ഹലോ കൂട്ടുകാരെ, സാന്ത്വനം വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ അനു കല്യാണം കഴിച്ചതറിഞ്ഞ് വിഷമത്തിൽ ഇറങ്ങി പോന്നിരിക്കുകയാണ് ബാലൻ കടയിൽ വന്നിരുന്ന് ഒത്തിരി നേരം കരയുകയാണ്. ബാലൻ്റെ വിഷമമെല്ലാം തീർക്കാൻ വേണ്ടി അദ്ദേഹവും മാക്സിമം കരഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം അലോക് കൂട്ടിലിട്ട ജന്തുവിനെ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ആകെ കുരുങ്ങിക്കഴിഞ്ഞു. ഇതേ സമയം അവൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എടാ മിടുക്കാ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അനുവിനെ കാണാതായപ്പോഴും സുഗനെ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴും ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല നീ അവളെ താലി കെട്ടിക്കൊണ്ടുവരുമെന്ന്. നീ നല്ലാത്ത മിടുക്കൻ തന്നെ എന്ന് പറയും. അപ്പോഴേക്ക് ചേട്ടൻ അവിടേക്ക് വരും. അപ്പോൾ അച്യുതൻ പ്ലേറ്റ് മാറ്റും. അച്യുതൻ പറയും, ഞാനവനെ വഴക്ക് പറയുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയും, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം നീ പറഞ്ഞില്ല അന്ന് മിത്ര പോയപ്പോൾ എൻ്റെ അവസ്ഥ, ഞാൻ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്തതാണ് ശരി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് പറഞ്ഞ് ചേട്ടൻ പോവും. അപ്പോൾ പിന്നെ സമ്പൂർണ്ണ വിജയമായി മോനെ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അലോകിനോട് പറയുന്നു. പിന്നെ അനുവിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ വല്യമ്മ പറയും, അനു നീ ഒന്ന് വിഷമിച്ചാലും ഒന്നും വിചാരിക്കേണ്ട. കാരണം നീ ചെയ്ത് തീരെ ശരിയായിപ്പോയില്ല. നിൻ്റെ സമ്മതത്തോടു കൂടിയാണ് വിവാഹം ഉറപ്പിച്ചതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ നീ അലോകിനെക്കാൾ വിവാഹം കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അലോക് ആ വഴിക്ക് വരും. അപ്പോൾ അനു പറയും, അത് അലോക് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മളുടെ പ്രണയം സക്സസ് ആവണമെങ്കിൽ കുറച്ച് പേരുടെയൊക്കെ കണ്ണീര് വേണമെന്ന് അലോക് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അലോക് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ വളരെ ദേഷ്യത്തിലായിരിക്കും നിന്നോട് പെരുമാറുക. അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നോട് ദേഷ്യമില്ല എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ അലോകിനെ ഇങ്ങനെ തരിച്ച് വരും. പക്ഷേ ഒരു രക്ഷയില്ല. അലോക് വല്ലാത്തൊരു കുടുക്കിലാണ് കുടുങ്ങിയത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അനു ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലോകിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അലോക് അനുവിന് ദേഷ്യത്തിൽ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ അനു ആണെങ്കിൽ ജയിച്ച മട്ടിൽ അലോകിനെ തിരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ദേവമംഗലമാണ്. ദേവമംഗലത്തിൽ ബാലൻ പുറത്തിറങ്ങിപ്പോയിട്ട് ഇതുവരെ കാണുന്നില്ല. സമയം ഒത്തിരിയായി, ബാലനെ കാണുന്നില്ല. ഗോമതി ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ മിത്രയാണെച്ചെങ്കിൽ വെള്ളം എടുത്ത് കൊടുന്ന് ഗോമതിക്ക് കൊടുക്കണം, ആൻറ്റി ഇത് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട്. അവൾ കുടിക്കാൻ കൂട്ടാക്കുന്നൊന്നുമില്ല. അങ്ങനെ ബാലനെ കാണാതെ എല്ലാവരും ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നൊരു ഹോൺ ഇങ്ങനെ കേൾക്കും. അപ്പോൾ എല്ലാവരും പോയി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാലൻ ആകെ കുടിച്ച് പൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടതോടുകൂടി എല്ലാവർക്കും നല്ല വിഷമാവും. ഗോമതി ബാലൻ്റെ അടുത്ത് പോയിരുന്നെന്ന്, എന്ത് പണിയാണ് ബാലേട്ട ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങും. അങ്ങനെ എല്ലാവർക്കും വളരെ വിഷമം തന്നെയാണ് കാണിക്കുന്നത്. അതേസമയം ഗോമതി ഭഗവാന്റെ മുന്നിൽ പോയിരുന്നിട്ടത് പൂജാമുറിയിൽ പോയി നിന്നിട്ട് പറയും, ഭഗവാനെ, ഞാൻ നിന്നോട് ആകെ ആവശ്യപ്പെട്ടത് സമ്പത്തും സുഖജീവിതമൊന്നുമല്ല. എൻ്റെ മക്കൾക്ക് നല്ലത് മാത്രം വരണേ, അവർക്ക് നല്ല ജീവിത പങ്കാളികളെ കിട്ടണേ, അവർ സമാധാനമായിട്ട് കഴിയണേ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് നീ എന്താണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ച് പരാതിപ്പെടുകയാണ് ഗോമതി. ഇനി കാണിക്കുന്നത് നമ്മുടെ അലോകിൻ്റെ ഫസ്റ്റ് നൈറ്റ് സീനാണ്. അതായത് അലോകിൻ്റെ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അനു റൂമിലോട്ട് കയറി വരികയാണ്. അപ്പോൾ അലോക് പറയും, നീ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നത്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് അവളെ ആട്ടി ഇറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അനു വേഗം റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിൽ കുറ്റിയിടും. അപ്പോൾ പറയും, എൻ്റെ ചേട്ടൻ്റെ മുറിയല്ലേ ഇനി മുതൽ എൻ്റെ മുറി, ദേ നമ്മുടെ ആദ്യരാത്രിയാണെന്ന്, ഈ പാല് കുടിക്കുക എന്ന് പറഞ്ഞ് പാല് നീട്ടും. അപ്പോൾ അലോക് ചോദിക്കും, നീ പാലിൽ വല്ല വിഷം കലക്കിയിട്ടുണ്ടാവും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സന്തോഷമായിട്ട് രക്ഷപ്പെടാമല്ലോ. ഞാനെല്ലാം പറയാൻ പോവുകയാണ്, നിൻ്റെ കഴുത്തിൽ ഞാനല്ല താലി കെട്ടിയതെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അനു പറയും, എന്നാൽ നീ പോയി പറ, നിൻ്റെ വീട്ടുകാരോടൊക്കെ പറ, നീയാണ് എൻ്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ചത്, നീ ചതിച്ചിട്ട് അവരെയും നീ ചതിച്ചു എന്ന് പറ. ഇത് കേട്ടോടുകൂടി അവനാകെ പേടിയാവാൻ തുടങ്ങും. അപ്പോൾ പാല് കുടിച്ചിട്ടില്ല. അപ്പോൾ അനു പറയും, ഒരു കാര്യം ചെയ്യാൻ, ഈ പാല് ആദ്യം ഞാൻ കുറച്ച് കുടിക്കാം, എന്നിട്ട് അലോക് കുടിച്ചോ എന്ന് പറഞ്ഞ് അനു കുടിക്കും. എന്നിട്ട് അലോകിന് നീര് നീട്ടും. അപ്പോൾ അലോക് കുടിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ അനു തന്നെ മുഴുവൻ കുടിച്ചിട്ട് നല്ല പാല് എന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ നോക്കുകയാണ്. അങ്ങനെ AC-യുടെ റിമോട്ടൊക്കെ എടുത്ത് അനു AC ഒക്കെ ഓൺ ചെയ്തിട്ട് കിടക്കാൻ നോക്കുമ്പോൾ അവന് വീണ്ടും ദേഷ്യം വരും. അപ്പോൾ അവനും 1-2 പറഞ്ഞ് അനുവിനെ ചൊടിപ്പിക്കാൻ നോക്കും. ഈ സമയത്താണ് അനു കയ്യിൽ ഒരു കത്തി കരുതിയിട്ടുണ്ടായിരുന്നു. ഈ കത്തി എടുത്തിട്ട്
അലോകിൻ്റെ കഴുത്തിന് വയ്ക്കും. കഴുത്തിന് വെച്ചതിന് ശേഷം പറയും, നീ വല്ലാണ്ട് നമ്പർ ഇറക്കണ്ട, നിൻ്റെ നമ്പറൊക്കെ അവസാനിച്ചു, നീ എന്നെ കുരുക്കാൻ നോക്കിയതാണ് എന്നെ, പക്ഷേ നിന്നെ ഞാനിപ്പോൾ തിരിച്ചു കുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ പറയുന്നത് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നീ ഇവിടെ നിന്നോളണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.